ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് തന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഹെയർ ഡേ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഈ ഒരു ഹെയർ ഡേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡേ ആണ്. അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനും പറ്റും. അലർജി പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു 3 ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യോന്നിയുടെ ഇല, ഭൃംഗരാജ്, അതാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് ഫ്രഷായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ അതൊരു 4-5 എണ്ണം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി നല്ല ബ്ലാക്ക് കളർ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ലോടി ചേർക്കുമ്പോൾ നമുക്ക് സാധാരണ ഈ ഹെന്നയും നീലയമരിയും അതുപോലെ തന്നെ ഈ ഹെയർ ഡേ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടി കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ കറ്റാർ വാഴയുടെ ജെല്ല്, അതുപോലെ ചെമ്പരത്തിയുടെ പൂവ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി ഡ്രൈ ആകാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഇത് 3ഉം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കറ്റാർ വാഴയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 രൂപ സാഷയുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് വറ്റി ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇപ്പോൾ നല്ല കുറച്ച് ചൂടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹെന്ന പൗഡറൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിനി ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി അത് നമ്മൾ ആ ചൂടൊന്ന് കുറച്ചൊന്ന് മാറിയതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ആ ചൂടൊന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ നീലയമരിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളാദ്യം 1 സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്.
ഇനി ഇത് കട്ടയൊന്നുമില്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു കളർ ഒന്ന് ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മുടി കൊഴിയില്ലേ എന്ന് ചോദിക്കും. അതിന് വേണ്ടിയിട്ട് ഉപ്പൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ജസ്റ്റ് ഒരു പിഞ്ച് ഉപ്പേ അതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഇൻഡിഗോ പൗഡർ ചേർക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കളർ ഒന്ന് ലാസ്റ്റ് ചെയ്യും. ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ തന്നെ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ സാധാരണ ഹെന്നയും ഇൻഡിഗോയും മാത്രം വെച്ചിട്ടൊക്കെ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് നമ്മുടെ ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് കൂടിയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി അധികം ഡ്രൈ ആയി പോകത്തില്ല. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്തായാലും നമ്മൾ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുടിക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ മുടി വളർച്ച കൂടാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയിൽ ഓയിലൊന്നും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അത് മാത്രമല്ല ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കവറോ അല്ലെങ്കിൽ ഒരു ഷവർ കപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ മുടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറഞ്ഞതൊരു 1.5 മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നിങ്ങൾക്ക് എത്ര സമയമാണ് വെക്കാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളത് അവരവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ വെച്ചേക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ ഡൈ ആണ്. മസ്റ്റായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ തലനീരിറക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.